ഗുഡ് മോർണിംഗ്. വെൽക്കം ടു +2 പൊളിറ്റിക്സ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈനിക സഖ്യങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ശീതസമരത്തിൻ്റെ മേഖലകൾ, അരീനേഴ്സ് ഓഫ് കോൾഡ് വാർ. ശീതസമരകാലത്തെ അനേകം പ്രതിസന്ധികളിൽ ഒന്നായിരുന്നു ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. ശീതസമരകാലത്ത് യുദ്ധങ്ങളും സംഘർഷങ്ങളും അരങ്ങേറി. എന്നാൽ ഈ പ്രതിസന്ധികളോ യുദ്ധങ്ങളോ മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് നയിച്ചില്ല. വൻ ശക്തികൾ രണ്ടു കൊറിയ 1950-53, ബെർലിൻ 1958-62, കോങ്കോ 1960-കളിൽ എന്നിവിടങ്ങളിൽ ഏറ്റുമുട്ടി. പലപ്പോഴും പ്രതിസന്ധികൾ സ്ഫോടനാത്മകമായി. അതിനാൽ ശീതസമരത്തിൻ്റെ മേഖലകളെപ്പറ്റി പറയുമ്പോൾ പ്രതിസന്ധികളും യുദ്ധങ്ങളും നടന്ന മേഖലകളെക്കുറിച്ചാണ് നാം പരാമർശിക്കുന്നത്. കൊറിയ, വിയറ്റ്നാം, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ശീതസമര മേഖലകളിൽ ഒട്ടേറെ മനുഷ്യജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ആഗോള യുദ്ധത്തിൽ നിന്നും അണ്വായുധ പ്രയോഗത്തിൽ നിന്നും ലോകം രക്ഷപ്പെട്ടു. മിക്ക സ്ഥലങ്ങളിലും വൻ തോതിലുള്ള സൈനിക സന്നാഹങ്ങൾ ഏർപ്പെടുത്തി. വൻ ശക്തികൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം അറ്റുപോയതിനാൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾക്കും ഇടവരുത്തി. ലാസ്റ്റ് ക്ലാസ്സസ് വി ഡിസ്കസ്ഡ് about the military alliances. Today we are going to discuss arenas of the Cold War. During the Cold War, several crises occurred, and the Cuban Missile Crisis was one of them. During this period, some actual wars also took place, but fortunately, these hot wars and the Cold War did not pave the way for a world war. During the period 1950 and 53, the superpowers were ready for a confrontation in Korea. The same was the case in Berlin 1958 and 62. In the early 1960s, the superpowers locked horns at Congo. Neither of the superpowers backed out. Luckily, they did not come to blows, where war actually broke out. As in Korea, Vietnam and Afghanistan, thousands of precious human lives were lost. The only consolation was that nuclear world war did not break out. The two sides went on building their arms and armaments. Diplomatic communication between the superpowers was disrupted. It led to a lot of misunderstanding on both sides. ചില സന്ദർഭങ്ങളിൽ ശാക്തിക ചേരിക്ക് പുറത്തുള്ള രാജ്യങ്ങൾ ഇടപെട്ട് ശീതസമര സംഘർഷം ലഘൂകരിച്ചു. ഉദാഹരണം, ചേരിചേരാ രാജ്യങ്ങൾ. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കളിൽ ഒരാളായ ജവഹർലാൽ നെഹ്റു രണ്ട് കൊറിയകൾക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കുകയുണ്ടായി. കോങ്കോ പ്രതിസന്ധിയിൽ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ മധ്യസ്ഥം വഹിച്ചു. എന്താണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് നമ്മൾ പിന്നീട് പഠിക്കും. ഐക്യരാഷ്ട്രസഭയെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. വൻ ശക്തികൾ ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറിയതിനാൽ ശാക്തിക ചേരികൾ തമ്മിൽ പ്രത്യക്ഷമായ യുദ്ധം ഒഴിവായി. ആണവ യുദ്ധത്തിൻ്റെ വീഭത്സ രൂപം തിരിച്ചറിഞ്ഞിരുന്ന വൻ ശക്തികൾ യുദ്ധം ഒഴിവാക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി. അതിനാൽ ആത്മസംയമനം പാലിക്കാനും അന്തർദേശീയ കാര്യങ്ങളിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താനും അവർ സന്നദ്ധരായി. എന്നാൽ ശീതസമരം രണ്ടു സഖ്യചേരികൾ തമ്മിലുള്ള കിടമത്സരത്തിന് അറുതി വരുത്തിയില്ല. ഇരു ചേരികൾക്കും എതിർചേരിയെക്കുറിച്ച് ഭീതിയുണ്ടായിരുന്നു. തന്മൂലം ഇരു ചേരികളും വൻ തോതിൽ ആയുധങ്ങൾ ഒരുക്കി. ഏതു സമയത്തും യുദ്ധത്തിനു തയ്യാറാണെന്ന മനോഭാവമായിരുന്നു ഇരു കൂട്ടർക്കും. യുദ്ധത്തെ നേരിടാൻ അത്യന്താപേക്ഷിതമായ ഒന്നെന്ന നിലയിൽ ഇരു കൂട്ടരും ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടി. No aligned countries and their leaders played a key role in reducing Cold War conflict and averting serious disasters. The first Prime Minister of India,
Pandit Jawaharlal Nehru was the world leader who negotiated between the superpowers. The UN Secretary General also played a crucial role in mediation in the Congo crisis. They realized that war should be averted at all costs. This realization put restraints on themselves and prompted them to behave with greater responsibility in international affairs. As the days rolled by, the logic of restraint became more evident. Though the Cold War did not remove the rivalry between the alliances, suspicion on both sides prompted them to mass armaments and ready for war. They realized that war might break out despite all restraints. എന്തെല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാലും യുദ്ധം ഉണ്ടാകുക തന്നെ ചെയ്യുമെന്ന് ഇരു കൂട്ടരും വിശ്വസിച്ചിരുന്നു. എതിർചേരികളുടെ ആയുധബലത്തെക്കുറിച്ചും അവരുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചും ഒരു ചേരിക്ക് തെറ്റിദ്ധാരണയുണ്ടായാൽ യുദ്ധം ഉണ്ടായെന്ന് വരാം. ഇതിനെല്ലാം പുറമെ ഒരു അണ്വായുധ അപകടമോ തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരാൾ ഒരു അണ്വായുധം പ്രയോഗിക്കുന്നതോ യുദ്ധമുണ്ടാക്കുന്നതായി ഒരു സൈനികൻ മനഃപൂർവ്വം അണ്വായുധം തൊടുത്തുവിടുന്നതോ എല്ലാം യുദ്ധത്തെ ക്ഷണിച്ചു വരുത്തുമെന്ന് ഉറപ്പായിരുന്നു. ഇതൊരു അപകടം മാത്രമാണെന്നും ശത്രുവിൻ്റെ അട്ടിമറിയല്ലെന്നും മനസ്സിലാക്കാനുള്ള സാമാന്യബോധം സംശയത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും തടവുകാരായിരുന്നു വൻ ശക്തികൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും പരസ്പര ധാരണയിലെത്തി ചില അണ്വായുധങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയോ ചിലത് പാടെ ഉപേക്ഷിക്കുകയോ ചെയ്യാമെന്നായിരുന്നു ധാരണ. ആയുധ നിയന്ത്രണ പരിപാടിയിലൂടെ സുസ്ഥിരമായ ഒരു ആയുധ സന്തുലനം ഏർപ്പെടുത്തി. 1990കളിലായിരുന്നു ഇതിൻ്റെ തുടക്കം. ഒരു ദശകത്തിനിടയിൽ ഇരു കക്ഷികളും സുപ്രധാനമായ 3 കരാറുകളിൽ ഒപ്പുവെച്ചു. പരിമിതമായ അണ്വായുധ പരീക്ഷണത്തിനുള്ള സന്ധി, അണ്വായുധ നിർവ്യാപന സന്ധി, നിയന്ത്രിത ദൂര മിസൈൽ വിരുദ്ധ സന്ധി എന്നിവയായിരുന്നു അവ. ഇതിനുശേഷം ആയുധ നിയന്ത്രണത്തിനായി വൻ ശക്തികൾ നിരവധി തവണ ചർച്ചകൾ നടത്തുകയും പല സന്ധികളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതിനായി നടത്തിയ കൂടിയാലോചനകളാണ് സാൾട്ട് ഫസ്റ്റ് സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടാഗ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1980കളിൽ ഇരു ശക്തികളും തമ്മിൽ നടന്ന നിരായുധീകരണ ചർച്ചകൾ സ്റ്റാർട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് കാണാം ശാക്തിക ചേരികളുടെ അണ്വായുധ നിയന്ത്രണ ഉടമ്പടികൾ. 1963 പരിമിത അണ്വായുധ പരീക്ഷണ നിരോധന സന്ധി, ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി LTBT. 1968 അണ്വായുധ നിർവ്യാപന സന്ധി, ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി NPT. 1972 നിയന്ത്രിത ദൂര മിസൈൽ വിരുദ്ധ സന്ധി, ആൻറ്റി ബലിസ്റ്റിക് മിസൈൽ ട്രീറ്റി ABMT. A miscalculation about the military strength of the other might lead to misinterpretation. Much worse when such deadly weapons are stocked in such great quantities. Accidents may occur. Even a single soldier could mischievously or by spark of a nuclear war. How could one country or the other find out for certain whether it was deliberate action or a case of sabotage? As time passed, the superpowers decided to collaborate in limiting both nuclear and non-nuclear weapons. They decided on balance of weapons through arms control. 3 important agreements were signed starting from 1990. Several rounds of arms limitation talks were held and treaties signed to control themselves and their stock of arms. Here 3 important agreements. First one, Limited Test Ban Treaty LTBT 1963. Second one, Nuclear Non-Proliferation Treaty NPT 1968. Third one, Anti-Ballistic Missile Treaty ABMT 1972. നമുക്ക് ഈ ആയുധ
നിയന്ത്രണ കരാറുകൾ വിശദമായൊന്ന് പരിശോധിക്കാം. ആയുധ നിയന്ത്രണ ഉടമ്പടികൾ, ആംസ് കൺട്രോൾ ട്രീറ്റീസ്. പരിമിത അണ്വായുധ പരീക്ഷണ നിരോധന സന്ധി LTBT 1963 ഓഗസ്റ്റ് 5 മോസ്കോയിൽ വെച്ച് ഒപ്പുവെച്ച ഈ കരാർ പ്രകാരം അന്തരീക്ഷത്തിലും ബഹിരാകാശത്തിലും ജലത്തിനടിയിലുമുള്ള ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നത് നിരോധിച്ചു. അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങളാണ് ഈ സന്ധിയിൽ ഒപ്പുവെച്ചത്. ഒക്ടോബർ 10 ഇത് പ്രാബല്യത്തിൽ വന്നത്. രണ്ടാമത്തത് അണ്വായുധ നിർവ്യാപന സന്ധി NPT. ഈ കരാർ പ്രകാരം അണ്വായുധങ്ങൾ കൈവശം വയ്ക്കാനുള്ള അവകാശം അണ്വായുധ രാജ്യങ്ങൾക്ക് മാത്രമായി അനുവദിക്കുന്നു. മറ്റു രാജ്യങ്ങൾ ഇവ സമ്പാദിക്കുന്നതിനെതിരെ വിലക്ക് ഏർപ്പെടുത്തി. 1967 ജനുവരി 1 മുമ്പ് അണ്വായുധങ്ങൾ നിർമ്മിക്കുകയോ അണ്വായുധ സ്ഫോടനം നടത്തുകയോ ചെയ്തിട്ടുള്ള രാജ്യങ്ങളെയാണ് അണ്വായുധ രാജ്യങ്ങളായി പരിഗണിച്ചത്. ഇതൊരു കച്ചവട തന്ത്രമായിരുന്നു. ലോകത്താരും അണ്വായുധം നിർമ്മിക്കണ്ട എന്നല്ല ഇവിടെ പറഞ്ഞത്. 1967 ജനുവരി 1 മുമ്പ് അണ്വായുധങ്ങൾ നിർമ്മിച്ച രാജ്യങ്ങൾക്ക് അണ്വായുധ രാജ്യങ്ങളെന്ന് പേരിടുകയും അവരല്ലാതെ വേറെ ആരും ഇനി നിർമ്മിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കരാറായിരുന്നു NPT. അതുപ്രകാരമുള്ള 5 രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നിവയായിരുന്നു. 1968 ജൂലൈ 1 ബ്രിട്ടനും അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഈ കരാറിൽ ഒപ്പുവെച്ചു. 70 മാർച്ച് 5 ഇത് പ്രാബല്യത്തിൽ വന്നത്. 25 വർഷമായിരുന്നു ഇതിൻ്റെ കാലാവധി. എന്നാൽ 95 കാലാവധി അനിശ്ചിത കാലത്തേക്ക് നീട്ടുകയായിരുന്നു. മറ്റൊന്ന് സാൾട്ട് 1972 ആംസ് ലിമിറ്റേഷൻ ടാക്സ്. 1969 നവംബറിലാണ് തന്ത്രപ്രധാനമായ ആയുധങ്ങളുടെ നിയന്ത്രണത്തിനുള്ള ചർച്ചകൾ ആരംഭിച്ചത്. സോവിയറ്റ് നേതാവായ ബ്രഷ്നേവും അമേരിക്കൻ പ്രസിഡൻ്റായ റിച്ചാർഡ് നിക്സണും മോസ്കോയിൽ വെച്ച് ഈ കരാറിൽ ഒപ്പുവെച്ചു. 1972 മെയ് 26 ഒപ്പുവെച്ച ഈ കരാർ ഒക്ടോബർ 3 നിലവിൽ വന്നു. നിയന്ത്രിത ദൂര മിസൈലുകളുടെ എണ്ണം നിയന്ത്രിക്കുക, തന്ത്രപരമായ ഉപരോധ ആയുധങ്ങളെ നിയന്ത്രിക്കുക എന്നീ 2 ഉടമ്പടികളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ലെറ്റ് us examine the arms control treaties. First, Limited Test Ban Treaty LTBT 1963 banned nuclear weapons tests in the atmosphere, in outer space and underwater, signed by US, UK and USSR in Moscow on 5th August 1963, entered into force on 10th October 1963. Second one, Nuclear Non-Proliferation Treaty NPT. It allows only the nuclear weapon states to have nuclear weapons and stop other forms acquiring them. For the purpose of the NPT, a nuclear weapon state is one which has manufactured and exploded a nuclear weapon or other nuclear explosive device prior to 1 January 1967. So there are 5 nuclear weapon states: US, USSR, Britain, France and China, signed in Washington, London and Moscow on 1st July 1968, entered into force on 5th March 1970, extended indefinitely in 1995. Third one, Strategic Arms Limitation Tax SALT. First, the first round of a Strategic Arms Limitation Tax began in November 1969. The Soviet leader Leonid Brezhnev and the US President Richard Nixon signed the following in Moscow on 26th May 1972. Treaty on the Limitation of Anti-Ballistic Missile System ABMT and Interim Agreement on the Limitation of Strategic Offensive Arms entered into force on 3rd October 1972. അടുത്തത് സാൾട്ട് സെക്കൻഡ്. രണ്ടാം വട്ട ആയുധ നിയന്ത്രണ ചർച്ചകൾ നവംബറിൽ ആരംഭിച്ചു 1972. അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറും സോവിയറ്റ് നേതാവായ ബ്രഷ്നേവും ആണ് സാൾട്ട് സെക്കൻഡിൽ ഒപ്പുവെച്ചത്.
1979 ജൂൺ 18 വിയന്നയിൽ വെച്ചായിരുന്നു അത്. തന്ത്രപ്രധാനമായ ഉപരോധായുധങ്ങൾക്ക് ഈ ഉടമ്പടി നിയന്ത്രണം ഏർപ്പെടുത്തി. അടുത്തത് സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി. സോവിയറ്റ് പ്രസിഡന്റ് ഗോർബച്ചേവും US പ്രസിഡന്റ് ജോർജ് ബുഷ് സീനിയറും മോസ്കോയിൽ വെച്ചാണ് ഈ കരാറിൽ ഒപ്പുവെക്കുന്നത്. 91 ജൂലൈ 31 അത്. ഇതുപ്രകാരം ഇരു രാജ്യങ്ങളും തന്ത്രപ്രധാനമായ ഉപരോധായുധങ്ങൾ കുറയ്ക്കാൻ തീരുമാനിച്ചു. അടുത്തത് START 93. റഷ്യൻ പ്രസിഡന്റ് ബോറിസ് യെൽസിനും US പ്രസിഡന്റ് ജോർജ് ബുഷ് സീനിയറും 93 ജനുവരി 3 ഈ കരാറിൽ ഒപ്പുവെച്ചു. മോസ്കോയിൽ വെച്ചായിരുന്നു ഈ കരാർ ഒപ്പുവെച്ചത്. തന്ത്രപ്രധാനമായ ഉപരോധായുധങ്ങളുടെ എണ്ണം വീണ്ടും വെട്ടിക്കുറക്കാൻ ഈ ഉടമ്പടി പ്രകാരം ധാരണയായി. സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ട്രീറ്റി സൈൻഡ് ബൈ USSR. The second round started in November 1972. The US President Jimmy Carter and the Soviet leader Leonid Brezhnev signed the treaty on the limitation of strategic offensive arms in Vienna on 8th June 1979. Next, Strategic Arms Reduction Treaty START. Treaty signed by USSR President Mikhail Gorbachev and the US President George Bush Sr. on the reduction and limitation of strategic offensive arms in Moscow on 31st July 1991. Next one, 1993 Strategic Arms Reduction Treaty START. Treaty signed by the Russian President Boris Yeltsin and the US President George Bush Sr. on the reduction and limitation of strategic offensive arms in Moscow on 3rd January 1993. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇനി ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പരിശോധിക്കാം. വാട്ട് യു മീനിങ് ബൈ അരീനേഴ്സ് ഓഫ് ദി കോൾഡ് വാർ? ശീതസമര മേഖലകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ഏതെല്ലാം ആണ് എന്നുള്ളതാണ്. അടുത്തത് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് എബൌട്ട് ആംസ് കൺട്രോൾ ട്രീറ്റീസ്. ഇരു ശാക്തിക ചേരികൾക്കും ഇടയിൽ രൂപപ്പെട്ടു വന്ന ആയുധ നിയന്ത്രണ ഉടമ്പടികളെക്കുറിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ആൻസറുകൾ എനിക്ക് അയച്ചു തരിക, നന്നായി പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.